ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ജോബ് പോസ്റ്റ് വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്ന് എന്തൊക്കെ വേക്കൻസികളാണ് ഈ ആഴ്ചകളിൽ ലാസ്റ്റ് ഡേറ്റ് ഈ ആഴ്ചയായിട്ട് വന്നിട്ടുള്ള വേക്കൻസികളെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ്ലി ഗവൺമെന്റ് ജോബ്സ് ആണ്. ഗവൺമെന്റ് ജോബ്സ് അല്ലാത്തതുണ്ട്. അപ്പൊ എല്ലാവരും CA CMS CS BCom അങ്ങനെ എല്ലാവർക്കും വേണ്ട കുറച്ച് ജോബ്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇതൊരു കോൺട്രാക്ട് ബേസ് ജോബാണ്. പക്ഷേ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ്. മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനാണുള്ളത്. ഇത് റിക്രൂട്ട്മെന്റ് ഓഫ് യങ് പ്രൊഫഷണൽസിനാണ്. CA CS CMA. applicants are invited from eligible chartered accountant, company secretary, cost and management accountant for like as a young professionals ആയിട്ട് in the office of regional director Kolkata and ROC Kolkata Ministry of Corporate Affairs. ഒക്കെയാണ് അവരുടെ സ്കോപ്പ്. യങ് പ്രൊഫഷണൽസ് ഇന്ന ഏരിയകളിലൊക്കെ അപ്പോയിന്റ് ചെയ്യും. കമ്പനിയിലോ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി അങ്ങനെയുള്ള എല്ലാ ഏരിയകളിൽ. ദെൻ പീരീഡ് ഓഫ് എൻഗേജ്മെന്റ് മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും. പിന്നെ പ്രൊബോഷൻ 2 വർഷം ഇനീഷ്യൽ എൻഗേജ്മെന്റ് ആയിരിക്കാം. സബ്ജക്ട് ടു പെർഫോമൻസ് അപ്രൈസൽ 2 years എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഇത് ഫുൾ ടൈം ബേസിസ് ആണ്. പക്ഷെ വേറെ വർക്കൊന്നും അതിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത്. ദെൻ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ക്വാളിഫിക്കേഷൻ CA or CS CMA ആയിരിക്കണം. മിനിമം 1 year എക്സ്പീരിയൻസ് ഫൈനൽ എക്സാം പാസ് ചെയ്തതിനു ശേഷം എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. 35 വർഷമാണ് ഏജ് ലിമിറ്റ്. എന്റൈറ്റിൽമെന്റ് ഇത്രയാണ്. 1 year ഫസ്റ്റ് ഇയർ 50,000 രൂപയാണ് സാലറി. സെക്കൻഡ് ഇയർ 50,000, തേർഡ് ഇയർ 60,000, ഫോർത്ത് ഇയർ 60,000. നോട്ട് എൻടൈറ്റിൽ ടു എനി അലവൻസ് ബെനിഫിറ്റ് സച്ച് ആസ് ഡിയർനെസ് അലവൻസ്. അങ്ങനത്തെ അലവൻസുകളൊന്നും ഇല്ല. പിന്നെ 8 days ലീവ് ഉണ്ട് കലണ്ടറിൽ. ബാക്കി യങ് പ്രൊഫഷണൽ TADA ഒന്നും ഇല്ല. വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 9 മുതൽ 6 വരെയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കി വരുന്ന എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 30 ജൂണിനാണ്. ഈ ഒരു ഡോക്യുമെന്റ് നമ്മളെ ലിങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണത്തിലുള്ള ജോബ് പോസ്റ്റിംഗ് ആണ്. ജനറൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, സീനിയർ മാനേജർ അങ്ങനെ പല ടെക്നിക്കൽ വിഭാഗത്തിലേക്കുണ്ട്. അതുകൂടാതെ നമുക്ക് ഫിനാൻസിന് വേണ്ട ഒരു പോസ്റ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. മാനേജർ ഫിനാൻസ് എന്നുള്ള പോസ്റ്റാണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് ഈ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് 3 ജൂലൈക്ക് മുന്നേ അപ്ലൈ ചെയ്യണം. ഓൺലൈനിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സാലറി എന്ന് വരുന്നതൊക്കെ CTC വളരെ കൂടുതലാണ്. സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയാണല്ലോ. അതിനനുസരിച്ച് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വേണം. നമുക്ക് നമ്മുടെ കാറ്റഗറിയിലേക്ക് പോവാം നേരെ തന്നെ. കമ്പനി സെക്രട്ടറി ഉണ്ട്. അവരുടെ 1 പോസ്റ്റ് ആണ് അൺറിസർവ്ഡിന്. ഗ്രാജുവേറ്റിൽ 60% മാർക്കാണ്. പിന്നെ അസോസിയേറ്റ് ഓഫ് ഫെല്ലോ മെമ്പർഷിപ്പ് ഓഫ് കമ്പനി സെക്രട്ടറി വേണം. ഡിസേബിൾ ആയ ആൾക്കാർ CA or MBA ആൾക്കാരനെ ഈ പോസ്റ്റിലേക്ക് ഇത് ചെയ്യും. അപ്പൊ ആനുവൽ CTC എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഗ്രേഡിലാണ് അവരുടെ ഈ ഒരു ഗ്രേഡിലാണ് സാലറി വരുന്നത്. ഇത് അറിയാലോ, ഇത് ബേസിക് പേയുടെ റേഞ്ച് ആണ്. അപ്പോൾ ആനുവൽ CTC ഈസ് ഗിവൺ ഇൻ ദ പാര 2 ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ അതിനുശേഷം HR മാനേജർക്കുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം IT മാനേജർ, ഫിനാൻസ് മാനേജർ ഒക്കെ നമ്മുടെ കാറ്റഗറി എത്തിയപ്പോൾ IT മാനേജർ എന്ന് പറയുന്നത് ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് 40 വർഷത്തിന് ഉള്ളിൽ താഴെയുള്ള ഗ്രാജുവേറ്റ് ആയിരിക്കണം വിത്ത് ക്വാളിഫൈഡ് ഫൈനൽ പാസ് ഇൻ ICAI അതായത് CA or CMA ആയിരിക്കണം. അവർക്ക് 9 വർഷം എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് ഗവൺമെന്റിൽ
സെക്ടറിലാവാം, PSU ആവാം, പ്രൈവറ്റിലാവണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. 14 lakh പെർ ആനം CTC ഡ്രോ ചെയ്യുന്നവരായിരിക്കണം പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ. പിന്നെ അതേപോലെ ബാക്കി ഗ്രേഡും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആനുവൽ CTC എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കാറ്റഗറി E3. അപ്പൊ ഏകദേശം 17.5 ലക്ഷമാണ് ആനുവൽ CTC സാലറി വരുന്ന ഈ ഒരു പോസ്റ്റിന്. പിന്നെ അത് കൂടാതെ തന്നെ ബാക്കി ബെനിഫിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും ഗവൺമെന്റിന്റെ. പിന്നെ എലിജിബിലിറ്റി ഒക്കെ നോക്കാം. ബാക്കി മെത്തേഡ് ഓഫ് സെലക്ഷൻ ഒക്കെ അറിയാലോ. അതൊക്കെ ഈ ഡോക്യുമെന്റിൽ ഫുൾ ഉണ്ട്. പിന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ നമ്മൾ കണ്ട്. ഹൗ ടു അപ്ലൈ ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഈ ജോലിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അടുത്ത ജോലി എന്ന് പറയുന്നത് സ്റ്റോക്ക് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. അത് ഇൻഡസ്ട്രിയൽ ട്രെയിനി ആയിട്ടാണ്. CMA ഇന്റർ കഴിഞ്ഞ അല്ലെങ്കിൽ CMA ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 4 വേക്കൻസി ആണുള്ളത്. അപ്പോ നല്ലൊരു കമ്പനിയാണ് സ്റ്റോക്ക് ക്രാഫ്റ്റ് ലിമിറ്റഡ്. ബാംഗ്ലൂരിലാണ് ഒരു കോർപ്പറേറ്റ് ഓഫീസ്. സോ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക്, അതായത് balakrsna.pv@stockcraft.com എന്ന ഇതിലേക്ക് അയക്കാം. 30 മുന്നെയാണ് അയക്കേണ്ടത്. നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ടെറാ ക്ലീൻ ലിമിറ്റഡ് എന്നാണ്. ടെറാ ക്ലീൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു ഹോളി ഓൺ സബ്സിഡറി കമ്പനിയാണ്. ഇവിടെയും CMA സ്റ്റുഡൻസിനെ, ഇന്റർ പാസ്സായ CMA സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കാൻഡിഡേറ്റ് ബോട്ട് ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് അപ്പിയർ ചെയ്തവരായിരിക്കണം. അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആവണം. അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് 25,000 രൂപ പെർ മന്തില് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇതാണ് അവർ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്. ഇതും ഇവരുടെ ഈ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് അടിച്ചാൽ മതി, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ലിങ്ക് കിട്ടാത്തതോ ഡോക്യുമെൻ്റ് ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അറിയിക്കുന്നതാണ്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലേറ്റസ്റ്റ് ജോബ്സിന് വേണ്ടിയിട്ട്.